വടകരയിൽ നിന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വടകര ഗവൺമെൻറ് ആശുപത്രി, ഈ ആശുപത്രിയുടെ ഒക്കെ വികസനത്തിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈവേ വികസനത്തിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊജക്റ്റായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായ നിജേഷും അതോടൊപ്പം തന്നെ സജീഷും ഇവരിവിടെ പരസ്പരം പഴിചാരുന്ന സമയത്തും ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃയോഗത്തിൽ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. എന്നിട്ടാണ് ഇവിടെ നിന്നിട്ട് ഈ ആളുകളിടയ്ക്ക് പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ എസ് കെ സജീഷ്, ഒരു നിമിഷം സാർ, നമുക്ക് മറുപടി കേൾക്കാം. എസ് കെ സജീഷ്, പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യം. നിങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുള്ളൂ. മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയില്ല എന്ന് പറയുമ്പോൾ പൂക്കോട്ടേക്ക് ഏതെങ്കിലും ഒരു മന്ത്രി വന്നോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. മറുപടി. ഒരു കാര്യം, കേരളത്തിൽ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ചേർന്നുകൊണ്ട് ഏത് വിഷയത്തെയും രാഷ്ട്രീയ വിവാദമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയപരമായ വിഷയമല്ല അതിലെ പ്രതികളെ ഉൾപ്പെടെ പരിശോധിച്ചാൽ ആ പ്രതികളുടെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പക്ഷേ സംഘടിതമായ താല്പര്യത്തിന്റെ ഭാഗമായി അങ്ങനെ ചിലത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മണിപ്പൂർ എന്ന് പറയുന്ന ക്യാമ്പസ് എസ്എഫ്ഐയുടെ ആണ്. ആ ക്യാമ്പസിൽ ASF-നല്ലാതെ മറ്റൊരു പാർട്ടിക്കും അവിടെ യൂണിറ്റ് ഇല്ല. മറ്റു പാർട്ടി ഇല്ലാതെ SFI ആധിപത്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും SFIയുടെ ഉത്തരവാദിത്വമാണ്, പ്രാദേശിക നേതാവിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറയട്ടെ അരുൺ, ഒരു കാര്യം താങ്കൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം, അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് സത്യത്തിൽ അരുൺ ഉൾപ്പെടെ നടത്തിയ വിശകലനം ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിശകലനം തന്നെയാണ് യഥാർത്ഥ വിശകലനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. കാരണം അവിടെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ വിശകലനത്തെ ഞാനും കൂടി അംഗീകരിക്കുന്നു. അതാണ് എന്റെ മറുപടി എന്ന് ഞാൻ പറയട്ടെ അരുണേ, ഞാൻ പറയട്ടെ, പീഡിപ്പിക്കപ്പെടുകയോ പെൺകുട്ടിയുടെ മാനത്തിന് മേൽ ഏതെങ്കിലും ആക്രമണം നടന്നാൽ അതിനൊരു സിസ്റ്റമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, പോലീസ് പറഞ്ഞല്ലോ. അരുൺ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളും അതിലെ രാഷ്ട്രീയ കാര്യങ്ങളുമെല്ലാം ഇവിടെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശമുണ്ട്. സത്യത്തിൽ ഈ ചുരുങ്ങിയ സമയ ചർച്ചയിൽ ആ വിഷയം സ്ഥലത്തും അത് അവർ ചർച്ച ചെയ്യട്ടെ. ഒരു കാര്യം അരുണെ കൊയിലാണ്ടിയിൽ ഇന്നലെ അമലിനെ ആക്രമിച്ചത് ഉൾപ്പെടെ പ്രവർത്തകൻ ഈ കേരളത്തിൽ മുഴുവൻ ക്യാമ്പസുകളും അക്രമവും കൊലപാതകവും മാത്രം നടത്തി ഉള്ള ആളുകൾ പറയുന്ന കാര്യത്തിലൊന്നും ഈ വേദിയിൽ മറുപടി പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല ഒറ്റ മിനിറ്റ് അരുൺ, ചർച്ചയിൽ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള സമയം കിട്ടി. അപ്പൊ ആ നിലയിൽ ചർച്ച കാര്യങ്ങൾ പറയണമല്ലോ. പിന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ വശത്തെ മാറ്റിത്തിരിക്കാൻ ചില ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശമൊന്നും വടകര നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു കാര്യം, വടകരയിൽ സഖാവ് ശൈല ടീച്ചർ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി കെ മുരളീധരന്റെ മുഖം തന്നെ നോക്കിയാൽ അറിയാം ആര് ജയിക്കുന്നു.